നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് മല്ലിക്കാപ്പി. ഇത് വെയിറ്റ് ലോസിനൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഡൈജഷനും എല്ലാം നല്ലതാണ്. ചൂട് ഡ്രിങ്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ മല്ലിക്കാപ്പി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഡൈജഷന് വളരെ നല്ലതാണെന്ന്. ഈ മല്ലിക്കാപ്പി നമുക്ക് തയ്യാറാക്കി ഇത് പൊടിച്ച് ഇതെല്ലാം വറുത്ത് പൊടിച്ച് നമുക്ക് എയർ ടൈറ്റ് ടിന്നിലാക്കി വെക്കാവുന്നതാണ്. അത് കുറേ കാലം കേടാകാതെ ഇരിക്കും. നമുക്ക് രാവിലെയോ വൈകിട്ടോ ഒക്കെ കാപ്പിക്ക് പകരം നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇത് മുഴുവൻ ഗോതമ്പാണ്. ഇത് 1 കിലോ വേണം. അതുപോലെ ഇത് ഉണക്കമല്ലിയാണ്. ഇത് 1/2 കിലോ വേണം. ഇനി നമുക്ക് വേണ്ടത് ഇത് ചുക്ക് പൊടിയാണ്. ഇത് 50 ഗ്രാം. അതുപോലെ ഇത് ജീരകം 100 ഗ്രാം. ഇനി നമുക്ക് ഉലുവ വേണം. ഉലുവ നമുക്ക് വേണ്ടത് 1/4 കിലോ ആണ്. ഏലക്ക വേണം, ഒരു 10 ഏലക്ക. ഇത്രയാണ് നമുക്ക് ഈ മല്ലിക്കാപ്പി തയ്യാറാക്കാനായിട്ട് വേണ്ട ചേരുവകൾ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇത് ഗോതമ്പാണ്. നല്ല കറക്കെ നമുക്ക് വറുത്തെടുക്കാം. ഇത് 1/4 കിലോ ഉലുവയാണ്. ഇതും നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് 2 അടുപ്പിലും സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാം. ഇത് നല്ല കറക്കെ നമുക്കിതെല്ലാനും പൊടിക്കാനുള്ളതാണ്. അപ്പം നന്നായിട്ട് വറുത്താലാണ് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. ഈ മല്ലിക്കാപ്പി തയ്യാറാക്കാനുള്ള ചേരുവകളെല്ലാനും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പൊടിക്കാം. നമ്മൾ 1/2 കിലോ മല്ലി പൊടിച്ചു വറുത്തത്. ഇനി ഇതിലേക്ക് ഒരു 10 ഏലക്കയുടെ അല്ലി ഉണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം നമുക്ക് 100 ഗ്രാമാണ് ഉണ്ടായിരുന്നേ. ജീരകവും ഏലക്കയും കൂടിയും നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഉലുവയാണ്. ഉലുവ 1/4 കിലോ വറുത്തതാണ്. നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടിച്ചെടുക്കണം. ഗോതമ്പ് നന്നായിട്ട് വറുത്തതാണിത്. ഗോതമ്പ് നമുക്ക് 1 കിലോ ഉണ്ട്. ഇതാ നമ്മൾ മുഴുവൻ പൊടിച്ചു. മുഴുവൻ ഗോതമ്പും ബാക്കി എല്ലാ ചേരുവകളും പൊടിച്ചു. നമുക്കിത് ചുക്കുപൊടി നമ്മൾ പൊടിയായിട്ട് തന്നെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ചേർക്കാം. 50 ഗ്രാം ചുക്കുപൊടിയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചുക്കും ജീരകവും ഉലുവയും അതുപോലെ തന്നെ മല്ലിയും ഗോതമ്പും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് ഡൈജഷനും അതുപോലെ വെയിറ്റ് ലോസിനും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് കാപ്പിക്കും ചായക്കും ഒക്കെ പകരം രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും ഒക്കെ. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇത് വെച്ച് കുറച്ച് മല്ലിക്കാപ്പി തയ്യാറാക്കി കാണിക്കാം. ഇതിനായിട്ട് ഒരു സോസ് പാനിൽ ഞാനിത് കെറ്റിലിൽ നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ്. ഇത് ചേർക്കാം. ഇത് നല്ല ചൂടായി തിളച്ച വെള്ളമാണ്. ഞാൻ ഇതിലേക്ക് ശർക്കര ചേർക്കുകയാണ്. ശർക്കര ചീകിയതാണിത്. ഇതാ നമ്മൾ ശർക്കര ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇത്. ഇതിലേക്ക് നമുക്ക് ഇത്രയും മല്ലിക്കാപ്പിപ്പൊടി ഇടാം. ഇതൊരു 4 കപ്പിനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം. അതിനായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇട്ട് തിളപ്പിക്കണം. ഞാനിന്ന് തയ്യാറാക്കി കാണിച്ചത് മല്ലിക്കാപ്പി ഉണ്ടാക്കുന്ന പൊടിയാണ്. ഇത് ഈ മല്ലിക്കാപ്പി പൊടി ഉണ്ടാക്കാനായിട്ട് കാപ്പിപ്പൊടി എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇതിൽ നമ്മൾ കോഫി പൗഡർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഡൈജഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ മഴക്കാലത്ത് ഒരു കാപ്പിക്കും ചായക്കും ഒക്കെ പകരം ഒരു ചൂട് കുടിക്കാൻ തോന്നുമ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിലും രാവിലെയും വൈകിട്ടും ഒക്കെ ചായക്കും കാപ്പിക്കും പകരം നല്ല ഹെൽത്തി ചോയ്സാണ് ഈ മല്ലിക്കാപ്പി. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.